ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കാലാവസ്ഥയിലും വളർത്താൻ പറ്റുന്നതും എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളതുമായിട്ടുള്ളൊരു പച്ചക്കറി ഇനമാണ് പയർ. പച്ചപ്പയർ അല്ലെങ്കിൽ വള്ളിപ്പയർ എന്നൊക്കെ നമ്മൾ പറയും. പ്രധാനമായും രണ്ടിനം പയറുകളാണ് ഉള്ളത്, കുറ്റിപ്പയറും വള്ളിപ്പയറും. ഇപ്പം വള്ളിപ്പയറാണെങ്കിൽ നമ്മൾ പടർത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ പടർത്താനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തവർക്ക്, പന്തലൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കുറ്റിപ്പയർ. അപ്പം ഞാനിവിടെ എൻ്റെ തോട്ടത്തിൽ അങ്ങനെ കുറ്റിപ്പയറിനെ കൃഷി ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് കുറ്റിപ്പയറിനെ ഒന്ന് കൃഷി ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന കുറ്റിപ്പയറാണ്. അപ്പോൾ നമുക്ക് ഈ കുറ്റിപ്പയറൊന്ന് പൊട്ടിച്ചു നോക്കാം. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ ഒരു പാക്കറ്റ് വിത്തിനകത്ത് എത്ര വിത്തുകളുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം. കണ്ടോ, പൊട്ടിച്ചിട്ട് നമുക്ക് എത്ര വിത്തുകളുണ്ടെന്ന് നോക്കാവേ. കണ്ടോ, ആവശ്യത്തിന് വിത്തുകളുണ്ട് കേട്ടോ. ഒരടുക്കളത്തോട്ടത്തിലേക്ക് പറ്റുന്ന അല്ലെങ്കിൽ നമ്മളുടെ ടെറസ് തോട്ടത്തിലേക്കൊക്കെ പറ്റുന്ന മതിയായത്ര വിത്തുകളാണ്. ഇപ്പം നമ്മളെല്ലാ വിത്തുകളും ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം കിളുത്ത് വന്നു കഴിയുമ്പം അതിന് വളർച്ച പോരായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ വിത്തുകളൊക്കെ ഇട്ട് കിളിപ്പിക്കുന്നവർക്ക് അറിയാം. അപ്പം ഇതൊരു അടുക്കളത്തോട്ടത്തിലേക്കുള്ള വിത്തുകളാണ് ഉള്ളത്. ഞാൻ കൃത്യമായിട്ട് എണ്ണി നോക്കിയിട്ടില്ല, പക്ഷേ ഏകദേശം ഒരു 50 വിത്തുകളൊക്കെ എങ്കിലും കാണും. ഈ പയറുകൾ ഒരു 3-4 എണ്ണം വീതം, ഇത് കുതിർത്തിട്ടൊന്നുമില്ല, നേരിട്ട് പാകുവാണേ. അപ്പം ഞാൻ ഇതിനകത്ത് ഈ തടത്തിനകത്തൊരു 2-3 സെറ്റായിട്ടാണ് പാകുന്നത്. അപ്പോൾ അവിടെ ഇട്ടു. അതുപോലെ ഇവിടെ കൂടെ ഇടുവാണേ. കണ്ടോ, ഇങ്ങനെ ഇട്ടിട്ട് ഇച്ചിരി മണ്ണിട്ട് മൂടിയിട്ട്, കണ്ടോ, അതിൻ്റെ മേലിലോട്ട് നമ്മൾ സ്യൂഡോമോണാസ് കലക്കിയ വെള്ളം ഒഴിച്ചു വെക്കുവാണേ. ഇങ്ങനെ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ദിവസം കൊണ്ട് ഇവർ കിളുത്ത് കയറും കേട്ടോ. നമ്മൾ ഈ വിത്ത് മുളപ്പിച്ചിട്ട് നടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണം മുളച്ചു, അല്ലെങ്കിൽ ഏകദേശം നമുക്ക് അവിടെ ഇത്രയും തൈകൾ കിളിർത്ത് വരും എന്നുള്ള ഉറപ്പോടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ നേരിട്ട് ചെയ്താലും വിത്തുകൾ കിളുക്കുകയും ചെയ്യും. പയറിൻ്റെ വിത്തിനെ അങ്ങനെ നമുക്ക് പേടിക്കാനില്ല. നമ്മളിവിടെ തരുന്ന വിത്തുകൾ ഏകദേശം എല്ലാം തന്നെ മുളയ്ക്കുന്നതാണ്. അപ്പം നേരിട്ട് പാകിയാലും മതി. പയർ നമ്മൾ പാകി, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പാകി ഒരു 3 ദിവസം കൊണ്ട് തന്നെ മുളച്ച് വരും. കുറച്ചും കൂടെ വളർന്നു തുടങ്ങുമ്പോൾ മുതൽ വള്ളി വീശുന്നിടം വരെ അല്ലെങ്കിൽ പൂവിടാറാകുന്നിടം വരെ നമ്മൾ കൊടുക്കേണ്ടത് നൈട്രജൻ കൂടുതലുള്ള ഏതെങ്കിലും കമ്പോസ്റ്റ് വളമാണ്. കമ്പോസ്റ്റ് വളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചാണകപ്പൊടി ആയാലും മണ്ണിര കമ്പോസ്റ്റ് ആയാലും കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ആയാലും കോഴിവളമായാലും ഒക്കെ അത് കമ്പോസ്റ്റ് വളമാണ്. അപ്പം ഇവിടെ ഇപ്പോൾ ഉള്ളതിൽ ചെറിയത് എന്നെനിക്ക് പറയാവുന്നത് ഈ ഒരു പയറിൻ്റെ സെറ്റാണ്. ബാക്കിയെല്ലാം തന്നെ കുറച്ചും കൂടെ വളർച്ച എത്തിയവരാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇതിനൊന്ന് വളം ചെയ്ത് ഞാൻ കാണിച്ചു തരാവേ. ഈ ചെടിക്കാണേ, ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ നല്ല പോലെ പൊത കൊടുത്തിരിക്കുവാണ്. അപ്പം നമുക്ക് ഈ പുതയെ ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ട്, കണ്ടോ, ഇതിൻ്റെ മണ്ണ്, ചുവട്ടിലെ മണ്ണിനെ നമ്മളൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കണേ. ഇതിപ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണ് തന്നെയാണ്. കണ്ടോ, ഇങ്ങനെ മണ്ണിനെ നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്ക് വളം ചെയ്യാനേ. എപ്പോഴും ഏത് ചെടിക്കാണെങ്കിലും അങ്ങനെ ചുവട്ടിലെ മണ്ണ് ഇളക്കിയിട്ട് വളം കൊടുക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. ഇത് ചാണകപ്പൊടിയാണേ, വെറും ചാണകപ്പൊടിയാണ്. അപ്പം ഞാൻ അത് ഇതുപോലെ അങ്ങോട്ട് ചെടിയുടെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ, ഇനി നമുക്ക് മണ്ണ് കൂട്ടണം എന്നുണ്ടെങ്കിൽ, ഇപ്പം പറമ്പിലൊക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് മണ്ണ് വെട്ടിക്കോരിക്കണം. എനിക്കിപ്പോൾ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധാരണ പോട്ടിംഗ് മിക്സ് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ പോട്ടിംഗ് മിക്സാണ് ഞാനിടുന്നത്. പറമ്പിലൊക്കെ ഉള്ളവരാണ് ആ മണ്ണ്, ചുവട്ടിലുള്ള മണ്ണിനെ അങ്ങോട്ട് വെട്ടിക്കോരി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ചുവട്ടിലോട്ട്, ഇപ്പം നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന പുതയെ ചെടിയുടെ ചുവട്ടിലോട്ട് തന്നെ മാറ്റി വിട്ടില്ലേ. അപ്പം കുറച്ച് ഇലകളോ അല്ലെങ്കിൽ എന്നതാണോ പച്ചച്ചവറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ചെടിയുടെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെടിയുടെ ചുവട്ടിൽ നനവും തണുപ്പും നിലനിൽക്കുകയും ചെയ്യും, കളകൾ വളരാതിരിക്കുകയും ചെയ്യും കേട്ടോ. എനിക്കിപ്പം ഇത് കൊടുക്കാൻ പറ്റുന്നത് ടെറസായ കാരണം വെട്ടിക്കോരലൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ഉണങ്ങിയ ഇലകൾ ഇവിടെ അടിച്ചു വാരിത് കൊണ്ട് വെക്കുന്നത് ആണ് ചെടിയുടെ ചുവട്ടിലോട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ പുത കൊടുക്കുന്നത് ചെടിക്ക് ഭയങ്കര നല്ലതാണ്. അപ്പം നമ്മൾ ഇതുപോലെ മണ്ണിട്ട് പൊതയിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് സ്യൂഡോമോണാസ് ഒഴിച്ചു കൊടുക്കുന്നത്.
കാരണം പയറിന് ഇതേപോലുള്ള വളർച്ച എത്തിക്കഴിയുമ്പോൾ എപ്പോഴും വാട്ടരോഗം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ സ്യൂഡോമോണാസ് കലക്കി ഒഴിച്ചു കൊടുക്കും. അതിപ്പോൾ ഈ സമയത്തൊന്നും മാത്രമല്ല, പറ്റുമെങ്കിൽ ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും സ്യൂഡോമോണാസ് കലക്കി ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളിപ്പം വളമിട്ടതുപോലെ വളം ചെയ്ത് കൊടുത്തു കഴിയുമ്പം പയറിൻ്റെ ചെടി നല്ലൊരു വളർച്ച കാണിക്കും. നല്ലോണം വള്ളി വീശി മുകളിലോട്ട് കയറി അതുപോലെ പൂക്കളുണ്ടാകാൻ, മൊട്ടുകളൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങുമേ. അപ്പം ഞാൻ അങ്ങനത്തെ പയറിൻ്റെ ചെടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ പാകത്തിലെത്തിയ പയറിൻ്റെ ചെടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു വളം, അതായത് മുഴുവനും തന്നെ പൂക്കളാകുകയും പൂക്കളായതെല്ലാം തന്നെ കൊഴിഞ്ഞു പോകാതെ കായ്കളായി മാറുന്നതിന് നമ്മളൊരു കിടിലൻ വളം ഇന്നുണ്ടാക്കുന്നുണ്ട്. ഞാനിത് കാണിച്ചു തരാം. അതിന് നമ്മൾ ചേർക്കുന്നത് എന്നാണെന്നറിയോ? 1 ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ്. എത്ര വില കുറഞ്ഞ കാപ്പിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളിപ്പം വില കൂടിയ സാധനങ്ങളൊന്നും ഉപയോഗിക്കണമെന്നില്ല. ഒരു സാധാരണ കാപ്പിപ്പൊടി ഒരു 1 ടീസ്പൂൺ എടുത്താൽ മതിയേ. അപ്പം ഞാൻ എൻ്റെ ഈ പാത്രത്തിനകത്തോട്ട് ഇടുവാണ് 1 ടീസ്പൂൺ കാപ്പിപ്പൊടി. ഇത് ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് കാപ്പിപ്പൊടി. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും, അതായത് ഏകദേശം 1 ചിരട്ട നിറച്ചുള്ള ചാരമാണ്. അടുപ്പ് കത്തിച്ച ചാരമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ്. അപ്പം ഒരു സാധാരണ കഞ്ഞിവെള്ളം നമ്മളിത് ഏകദേശം 1/2 ലിറ്ററാണുള്ളത്. അത്രയും കഞ്ഞിവെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു വെക്കുക കേട്ടോ. ഇത് ഇങ്ങനെ നമ്മൾ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി ഒരു 3 ദിവസം അടച്ചു വെക്കണം. 1 ലിറ്റർ വരെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഏകദേശം 1/2 ലിറ്ററാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം 1/2 ലിറ്ററേ ഉള്ളെങ്കിൽ 1/2 ലിറ്റർ, അല്ലെങ്കിൽ 1 ലിറ്റർ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നമുക്കിത് 1 ലിറ്റർ വരെ ഒഴിച്ചു കൊടുത്തിട്ട് 3 ദിവസത്തേക്കിന് അടച്ചു മാറ്റി വെക്കണം കേട്ടോ. അതേപോലെ നമ്മൾ വെച്ചിരുന്ന കഞ്ഞിവെള്ളമായത് ഇപ്പോൾ ഈ ചാരവും അതുപോലെ കാപ്പിപ്പൊടിയും അതുപോലെ കഞ്ഞിവെള്ളവും ചേർത്ത് ഇളക്കി വെച്ചിരുന്ന ഒരു വളമാണിത്. ഇത് ഏകദേശം 5 ഇരട്ടി വരെ നമുക്ക് നേർപ്പിക്കണം. അപ്പോൾ ഞാനിത് നേർപ്പിച്ചെടുത്തിട്ട് കാണിക്കാം. ഇത് നമ്മൾ ഇതിനകത്തുനിന്ന് 1 കപ്പ് വളം എടുക്കാൻ പോവുകയാണേ. ഇതുപോലെ 1 കപ്പ് വളം എടുത്തു. ഇതിനകത്തേക്ക് ചെടിയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്കൊരു 5 ഇരട്ടി വരെ വെള്ളം ചേർക്കാം കേട്ടോ. ചെറിയ ചെടികളാണെങ്കിൽ ഒരു 5 ഇരട്ടി വരെ നേർപ്പിച്ചേ കൊടുക്കാവുള്ളൂ. കുറച്ച് വലിയ ചെടിയാണെങ്കിൽ 3 ഇരട്ടി വരെ നേർപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ ചെടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മണ്ണിട്ട് വെട്ടി മൂടി കൊടുത്തത്. നിങ്ങൾ അന്നത്തെ ഈ ചെടിയുടെ വലിപ്പവും വളർച്ചയും കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം. ഇപ്പോൾ ദേ ഇതിന് കണ്ടോ, മൊട്ടൊക്കെ വന്നു തുടങ്ങുന്നൊരു സമയമാണേ. കണ്ടോ, ഇവിടെ എല്ലാ തണ്ടയിലും തന്നെ മുട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് ഇന്നുണ്ടാക്കിയ വളം. അപ്പോൾ നമ്മളിത് ഇതുപോലെ എടുത്തുകൊണ്ട് വന്നിരിക്കുവാണ് നേർപ്പിച്ചിട്ട്. അത് വെറുതെ ഈ ചെടിയുടെ ചോട്ടിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഈ വളപ്രയോഗം എന്ന് പറയുന്നത് മാസത്തിലൊരു 2 പ്രാവശ്യമെങ്കിലും ചെയ്തു കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള പയറിൻ്റെ ചെടികൾക്കും ഒക്കെ നിറയെ ഉണ്ടായ പൂക്കളെല്ലാം തന്നെ കൊഴിഞ്ഞു പോകാതെ നല്ല വലിപ്പത്തിലുള്ള കായ്കൾ ഉണ്ടായി കിട്ടാനായിട്ട് നല്ലതാണ്. ഈ വളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും എല്ലാ ആഴ്ചയിലും പയറെന്നൊക്കെ പറഞ്ഞാൽ ഒരു 3 മാസം തൊട്ട് 6 മാസത്തിനുള്ളിൽ, 6 മാസം വരെയൊന്നും പോകത്തില്ല, അതിനുള്ളിൽ വളർച്ച തീർന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആഴ്ചയിൽ വളം കൊടുക്കണം. അങ്ങനെ പയറിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജൈവ സ്ലറി ഇല്ലേ, അതാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. അത് ആഴ്ചയിൽ ഒഴിച്ചു കൊടുക്കണം. മാസത്തിലൊരു 2 പ്രാവശ്യമെങ്കിലും ഞാനിന്ന് പറഞ്ഞതുപോലെയുള്ള വളം ഈ ഒരു അവസരത്തിൽ എത്തിയ ചെടികൾക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നിറയെ പയർ, നമ്മുടെ ആവശ്യത്തിനുള്ള പയർ പറിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ ചെയ്തു കൊടുക്കാനൊരു കാര്യമുണ്ട്. ഇതുപോലെ വളർന്ന് പന്തലിലേക്ക് പടർന്നിരിക്കുന്ന പയറാണെങ്കിൽ അതിൻ്റെ തുമ്പൊന്ന് നമ്മൾ പതുക്കതെ ഇതുപോലൊരു ശകലം ഭാഗം ഇങ്ങനെ മുറിച്ചു കൊടുക്കുവാണെങ്കിൽ ചുവട്ടിൽ നിന്ന് തന്നെ പെട്ടെന്ന് കായ്കൾ പിടിച്ചു തുടങ്ങും കേട്ടോ. വള്ളി കണ്ടോ, നല്ല ആരോഗ്യത്തിൽ വളർന്ന് മുകളിലോട്ട് പൊളഞ്ഞു പോയിരിക്കുന്നത് കണ്ടോ. അതിൻ്റെയൊക്കെ അറ്റങ്ങൾ നമ്മൾ മുറിച്ചു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കാപിടുത്തം തുടങ്ങും. ഇത്രയും നമ്മൾ വളപ്രയോഗമൊക്കെ നടത്തിയാലും ആഴ്ചയിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി, അത് ബിവേറിയയോ അല്ലെങ്കിൽ വേപ്പെണ്ണയും സോപ്പും ചേർത്തതോ അങ്ങനെ എന്തെങ്കിലും ഒരു ജൈവ കീടനാശിനിയും കൂടെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം മറക്കാതെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് നല്ലതുപോലെ പയർ വിളവെടുക്കാനായിട്ട് കിട്ടത്തുള്ളൂ.
എൻ്റെ ഒപ്പം മാർച്ച് മാസത്തിലും ഫെബ്രുവരി മാസത്തിലും ഒക്കെ വിത്തിട്ടവരാണെങ്കിൽ നമുക്കിപ്പം ഇതേപോലെ വളപ്രയോഗം നടത്താനുള്ള പാകത്തിലായിട്ടുണ്ട് പയർ. അപ്പോൾ എല്ലാവരും ഈ ഒരു വളപ്രയോഗം ചെയ്തു നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ വിളവെടുപ്പും കൂടെ നടത്താവേ. കഴിഞ്ഞ ദിവസം എടുത്ത പാവയ്ക്കയുടെ തന്നെ 2-3 പാവയ്ക്കയും കൂടെ ഇവിടെ കിടപ്പുണ്ട്. അപ്പം നമുക്കതൊന്ന് വിളവെടുക്കാം. ഇത് കണ്ടോ, ഇത് പഴുത്ത് പോയി. പക്ഷേ പഴുത്ത് പോയത് കൊണ്ട് കുഴപ്പമില്ല. പഴുത്ത പാവയ്ക്ക നല്ലോണം അരിഞ്ഞ് ഇച്ചിരി മുളകും അതുപോലെ സവാളയും കൂടെ കീറിയിട്ടിട്ട് ഉപ്പും മുളകും പുരട്ടി വെച്ചിട്ട് വറുത്ത നല്ലതാണ്. ഞാൻ കുറച്ച് പാവയ്ക്കയും കുറച്ച് ഉണ്ടമുളകും വിളവെടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇപ്പം നമുക്ക് 2-3 ചീര പറിച്ചെടുക്കണം, ഒരു കറി വെക്കാം. അപ്പോൾ അത് ഇവിടെ ഒരു 5-6 പച്ചമുളകുണ്ടേ, കണ്ടോ. അപ്പോൾ ആ പച്ചമുളകും കൂടെ നമുക്കങ്ങ് പറിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം നമ്മളൊരു കുറച്ച് പച്ചമുളക് കഴിഞ്ഞ വീഡിയോ എടുത്തപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ കുറച്ച് മുളക് നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മുളക് കിട്ടുവാണെങ്കിൽ നമ്മൾ പിന്നെ കടയിൽ നിന്ന് മേടിക്കേണ്ടി വരത്തില്ല. ഇപ്പം വലിയ വിളവുണ്ടോ മുളക് നിറച്ചുണ്ടാകുവാണോ ഇതൊന്നും നമ്മൾ ഈ അടുക്കളത്തോട്ടം നട്ടു വളർത്തുന്നവർക്ക് നോക്കാനില്ല. നമ്മുടെ ആവശ്യത്തിന് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് കിട്ടിയാൽ മതി. മടി പിടിച്ച് ചെയ്യാതിരിക്കരുത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറി, ഇപ്പോൾ ഈ ചീരയ്ക്കൊന്നും ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ തോട്ടം നടത്തി കിലോ കണക്കിന് വിൽക്കുന്നവരാണെങ്കിലാണ് ഈ കൂടുതൽ പരിചരണത്തിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. നമുക്കുള്ളത് മതി, നമുക്കിപ്പോൾ ആരെയും ബോധിപ്പിക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 കാര്യം കൂടെ എടുക്കാനുണ്ട്. ഒരു 5-6 പയർ ഇവിടെ ഉണ്ട്. അത് ഞാൻ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കാം. ഇവിടെ ഒരു 2 എണ്ണം അപ്പുറത്തുമാണ്. ഇപ്പോൾ അടുത്ത സെറ്റ് പയർ നമുക്ക് കായ്ക്കാറായി വരുന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ച് പയറേ നമുക്ക് ഇപ്പം എടുക്കാനായിട്ടുള്ളൂ. 2-3 പച്ചപ്പയറും കൂടെ കിടപ്പുണ്ട്, എടുത്തുകൊണ്ട് വരാം. ഇത് നമ്മുടെ കുറ്റിയമരയാണേ, കണ്ടോ. നല്ല ബീൻസ് പോലെ തോരൻ വെക്കാൻ പറ്റുന്നതാണ് നമ്മുടെ കുറ്റിയമര കേട്ടോ. അപ്പോൾ മാത്രമല്ല വലിയ പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്ന് ചൂട് പിടിച്ച് കിട്ടിയാൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ വളം ഉണ്ടെങ്കിൽ കൊടുക്കാം, കഞ്ഞിവെള്ളവും അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ വളപ്രയോഗത്തിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് കൈ നിറച്ച് പറിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇവർക്ക് പടരാനും പന്തലിക്കാനുമുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ പറിച്ചെടുക്കുമ്പോൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയുമോ, ആ സമയത്തുള്ളത് മൊത്തമേ പറിച്ചെടുത്തോണം. അപ്പോൾ അടുത്ത സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു തോരനുള്ളത് പെട്ടെന്ന് കിട്ടും. നമുക്ക് 2ആയിട്ട് മുറിച്ച് തന്നെ വെക്കാം. അതുകൊണ്ടോ ഇതുപോലെ കൈ നിറയെ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പം കായ്ച്ചങ്ങോട്ട് തുടങ്ങുന്ന ഒരു സമയമാണേ. ഇനി അങ്ങോട്ട് കായ്ച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പിന്നെ മുഞ്ഞ പിടിക്കാതെ നമ്മൾ നോക്കണം കേട്ടോ. മുഞ്ഞ വലുതായിട്ട് ശല്യം ചെയ്യുന്ന ഒരു സാധനമാണ്. അതിപ്പോൾ എല്ലാ ഇനം പയറിലും മുഞ്ഞയുടെ ശല്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ ആവശ്യത്തിന് തോരൻ വെക്കാനുള്ള പയർ ഇതിൽ നിന്ന് കിട്ടും. 1-2 പാവയ്ക്കയുണ്ട്, കണ്ടോ. ഇത് പറിച്ചെടുക്കാം. പിന്നെ ഇത് വാളമരയുണ്ടേ, നമുക്ക് വാളമര കൂടെ പറിച്ചെടുക്കാം. അപ്പം ഞാൻ എൻ്റെ ഈ വാളമരകൾ അത്യാവശ്യം വിളവെടുക്കാറായത് നമുക്കിങ്ങോട്ട് പറിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലൊക്കെ ഒരു വാളമര നട്ടുപിടിപ്പിച്ചാലേ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഓടി വന്നൊരു തോരന് ഒന്നും ഇല്ലാത്ത സമയത്ത് വന്ന് നോക്കിയാൽ ഉറപ്പായി ഒരു തോരൻ വെക്കാനുള്ള. കണ്ടോ, ഇതിപ്പോൾ ഇത്രയും വാളമര കിട്ടിയിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ കാണും. പിന്നെ കുഞ്ഞതാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് വിളവെടുക്കാൻ പാകത്തിൻ്റെ ഇത് കണ്ടോ, ഇതുപോലുണ്ടാകും. ഇത് വള്ളിവാളമരയല്ല, കുറ്റിവാളമര തന്നെയാണ്. ഇതിൻ്റെ വിത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ഇനിയൊരു 1-2 പേർക്കൂടെ കൊടുക്കാനുള്ള അത്ര വിത്തുകളേ ഉള്ളൂ. ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ തരുന്ന വാട്സാപ്പ് നമ്പറിൽ കൂടെ മെസ്സേജ് ഇടണം. ആ മെസ്സേജിൻ്റെ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ വിത്തുകൾ അയച്ചു തരുന്നത്. കുറച്ച് ചീര, അതൊരു മാങ്ങായും 2-3 ചക്കക്കുരും ഒക്കെ കൂടി ഇട്ടിട്ട് ഒരു കറി വെക്കാനായിട്ട് ഞാൻ ഇത്രയും ചീര പറിച്ചിട്ടുണ്ട്. ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് ചൂടാക്കി കഴിയുമ്പം നല്ലപോലെ അളവ് കുറയും. പിന്നെ നമുക്കിത് കുറേ കുറ്റിയമര കിട്ടി കേട്ടോ. ഇത്രയും കുറ്റിയമര കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വാളമര, കണ്ടോ, ഇത്രയും വാളമര നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് മാത്രമാണ് പച്ചമുളക് പറിച്ചിരിക്കുന്നത്. വേറെ ഇവിടെ പറിക്കാനായിട്ടുണ്ട്, നമുക്ക് അടുത്ത ദിവസം പറിച്ചെടുക്കണ്ടേ. പിന്നെ കുറച്ച് മാത്രമേ ഉള്ളൂ വള്ളിപ്പയർ കേട്ടോ. നമ്മുടെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ നടത്തിയിരിക്കുന്ന വിളവെടുപ്പ്. എല്ലാവർക്കും ഇഷ്ടം പോലെ പയർ വിളവെടുക്കാനായിട്ടുള്ളൊരു കിടിലൻ ട്രിക്കാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. എല്ലാവരും അത് ഉപയോഗിച്ച് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.